ഇപ്പോൾ ഞാനിവിടെ പ്ലേ ചെയ്യുന്ന വീഡിയോയിൽ ഡിഫമേറ്ററി ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് ഒരാൾക്കെതിരെ. പക്ഷേ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഞാനിതിവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ പിന്നീട് റിമൂവ് ചെയ്യുന്നതായിരിക്കും. മദ്യവും ലഹരിയും വിളമ്പുന്ന ലൈംഗിക ചേഷ്ടകൾ വിൽപ്പന ചെയ്യുന്ന നമ്പർ 80 ഹോട്ടലിലെ ദുരൂഹതകൾ ആദ്യം പുറത്തു പറഞ്ഞത് അന്ന ജോൺസൺ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറാണ്. നവംബർ 1 രണ്ട് കുട്ടികൾ മരണപ്പെടുന്നതിന് മുമ്പ് ഒക്ടോബർ 21 എന്താണ് അവിടെ സംഭവിച്ചത്? ഇതുവരെ വ്യക്തിഹത്യ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ ഇതെല്ലാം തുറന്നു കാട്ടും. അന്ന് പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും. നിങ്ങൾ പേടിക്കുക തന്നെ വേണം. നിർണായകമായ പല സത്യങ്ങളും അന്ന ജോൺസൺ പറയുന്നുണ്ട്. ബിസിനസ് മീറ്റിംഗ് എന്ന പേരിൽ പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുന്ന അഞ്ജലി റീമാദേവാണ് അന്ന ജോൺസണെയും പെടുത്തിയത്. അഞ്ജലി റീമാദേവിനെ പോലെയുള്ളവരെ വളർത്തുന്നതിൽ എടുത്തു പറയേണ്ട പേരാണ് സുനിൽ ലോച്ചി. അഞ്ജലി റീമാദേവ് എന്ന ക്രിമിനലെ പോലെ എത്ര പെൺകുട്ടികളെ രക്ഷകനാണ് സുനിൽ ലോച്ചി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രക്ഷകനിൽ നിന്ന് തുടങ്ങി പലരും പെൺകുട്ടികളെ യൂസ് ചെയ്യും. കേരളത്തിലേക്ക് ഏറ്റവും ഡ്രഗ് ആൾക്കാരെ കാണിച്ച് ആസ്വദിപ്പിച്ച് രുചി അറിയിച്ച ഒരു നാളെയാണ് അവർ. ആദ്യം ഒരു മെൻഡറായി തുടങ്ങും പെൺകുട്ടികളുടെ ജീവിതത്തിൽ. സുനിൽ ലോച്ചി ബംബിൾ എന്ന ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് പെൺകുട്ടികളെ പരിചയപ്പെടും. പിന്നീട് ഓജീസ് കാന്താരി എന്ന തന്റെ ഹോട്ടലോട്ട് വിളിച്ചു വരും. പിന്നീട് തന്റെ ലൈംഗിക ആവശ്യങ്ങൾ നടത്തിയെടുക്കും. മാനിപ്പുലേഷൻ ആണ് മെയിൻലി സമയങ്ങൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞതിനെല്ലാം തയ്യാറായി വരുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. പൈസയ്ക്ക് വേണ്ടി ആർഭാടത്തിന് വേണ്ടി സ്വയം സുലോജിയെ തേടിയെത്തുന്നതിന് പുറമെയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് സുലോജി സ്ത്രീകൾ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ 6 വർഷമായിട്ട് സുലോജിയുടെ പേഴ്സണൽ സെക്രട്ടറി വർക്ക് ചെയ്യുന്ന കരോൾ എന്ന് പറയുന്ന സ്ത്രീയുടെ ഇൻവോൾവ്മെന്റ് സുലോജിയുടെ പല ആക്ടിവിറ്റീസിലുണ്ട്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത സുലോജിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് കരോളാണ്. അതായത് ഓജി എന്ന് പറഞ്ഞ ആൾക്ക് സോഷ്യൽ മീഡിയാസ് അങ്ങനെ യൂസ് ചെയ്യാൻ അറിയില്ല. സോ ഏതെങ്കിലും ഇപ്പോൾ ഒരു പാർട്ടിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു പെൺകൊച്ചിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ കൊച്ചിനെ കാരലായിരിക്കും പോയിട്ട് മിണ്ടി ഇൻസ്റ്റാഗ്രാം ഒക്കെ തപ്പി ഓജിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. കരോളാണ് സുലോജിക്ക് വേണ്ടി പല പെൺകുട്ടികളെ മെസ്സേജ് അയച്ച് സുലോജിയുടെ അടുത്തോട്ട് എത്തിക്കുന്നത്. പിന്നീട് ഇവരെ ഡ്രഗ്സിനെ അടിമപ്പെടുത്തുകയും ചെയ്യുന്നു. സുലോജിയുടെ പ്രവൃത്തികൾ പരസ്യമായ രഹസ്യമാണ്. കേൾക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരനായിട്ടുള്ള മലയാളിക്ക് എന്ത് തോന്നും? എന്ത് മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ ഒരു ജേർണലിസ്റ്റിക് അപ്രോച്ച് കണ്ടില്ലേ? എന്തോ വലിയ വലിയ കാര്യങ്ങൾ അവൻ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴും. എന്താണ്? സിമ്പിളി ഇതൊരു ഗോസിപ്പാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല, അപ്പോൾ നമുക്കിതിനെ ഗോസിപ്പ് എന്ന് വിളിക്കാൻ പറ്റുമോ? ശരിയായ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ വെരിഫൈഡ് അല്ലാത്ത സോഴ്സുകളിൽ നിന്ന് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ ആർക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും അത് ആരോപണങ്ങൾ മാത്രമായി നിലനിൽക്കും. അത് ഗോസിപ്പ് മാത്രമായിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഈ ക്രൈം നന്ദകുമാർ, മറ്റേ ജ്വാല ഉജ്ജ്വലകുമാർ എന്നൊക്കെയുള്ള ടൈപ്പിലുള്ള കുറേയധികം ജേർണലിസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നു. അവരിപ്പോഴും നിർബാധം അവരുടെ പ്രവൃത്തികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അവർക്ക് ധാരാളം കേസുകളൊക്കെ വരാറുണ്ട്. എങ്ങനെയാണ് കേസുകൾ വരുന്നത്? ഇവർ പറയുന്ന പല കാര്യങ്ങളും ഗോസിപ്പുകളായതുകൊണ്ടും അത് ഊഹാപോഹങ്ങളിൽ പടച്ചു വിടുന്നതായതുകൊണ്ടും എക്സാഗ്രേറ്റഡ് ആയതുകൊണ്ടും അതിൽ പലതും ഡിഫമേറ്ററി ആയി മാറാറുണ്ട്. ഡിഫമേറ്ററി ആയി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്, യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള ആൾ പരാതിപ്പെടുന്ന സമയത്താണ് ഇഷ്ടംപോലെ കേസുകൾ വരുന്നത്. എന്നാൽ ചില ആളുകൾ പരാതിപ്പെടില്ല. പരാതിപ്പെടാത്ത ഒരു വലിയ കൂട്ടം ആളുകൾ ഇതൊരു വലിയ പ്രശ്നമാക്കേണ്ട, ഇതിൻ്റെ പുറകെ നടക്കണം എന്നൊക്കെ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഇവർ പറഞ്ഞതിൽ ചില സത്യങ്ങളുണ്ട്, ഞാൻ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ പുറത്തേക്ക് വരുമെന്ന് വിചാരിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പരിപാടി ഇങ്ങനെ കറക്റ്റായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഇതിനെ ഒരു സസ്പീഷ്യസ് ആക്ടിവിറ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഈ പറയുന്ന പരിപാടി ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആളുകൾക്ക്, ചില ആളുകൾ സാമൂഹ്യ പരിഷ്കർത്താവ് ആയി മാറാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്നുണ്ടെങ്കിലും ഈ പരിപാടി എന്നൊരു വലിയ കൂട്ടം ആളുകളുടെയും ഉദ്ദേശം മണി തന്നെയാണ്. മണി മോട്ടീവാണ് ഇത്തരത്തിലുള്ള പല പരിപാടികളിലേക്കും ആളുകളെ നയിക്കുന്നത്. ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്ന ആളുകൾ ഭീഷണിപ്പെടുത്തുന്ന ധാരാളം സംഭവങ്ങൾ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. നിന്നെ ഇതുപോലെ നാളെ ഞാൻ എക്സ്പോസ് ചെയ്യും, നിന്നെ കുറിച്ചിട്ട് ഇന്നയാൾ എന്നോട് കുറച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ നിന്റെ സമൂഹത്തിലുള്ള ഇമേജ് മൊത്തത്തിൽ തകരും. പലപ്പോഴും ആളുകൾ റിസ്ക് എടുക്കാനായിട്ട് റെഡിയാവില്ല, അവർ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേടി ആളുകളിലേക്ക് ജനിപ്പിക്കാൻ വേണ്ടി ശരിക്കും ഇത്തരത്തിൽ വാർത്തകൾ പടച്ചുവിടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിലെ ആ ഒരു പയ്യൻ അങ്ങനെയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അയാളെയും ആ ഒരു കാറ്റഗറിയിലേക്ക് പെടുത്തേണ്ടി വരും. ഇത്തരത്തിലാണ് വർക്കുകൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ. ഇത്ര കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞ സമയത്ത് തന്നെ കുറേയധികം ആളുകൾ എനിക്കെതിരെ തിരിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. സാധാരണയായിട്ട് സമൂഹത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ ന്യൂസ് ചാനലുകൾ എന്തുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, അവർ കാശ് വാങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ കാശ് വാങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ ആളുകൾ ആരോപിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. ന്യൂസ് ചാനലുകൾക്കോ അല്ലെങ്കിൽ എന്നെ പോലെ ഉള്ള ഒരു വ്യക്തിക്കോ ഇങ്ങനെയുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗോസിപ്പുകളോ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, ഒരു സോഴ്സിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരിക്കാം. അതിൽ ക്രൈം ഉണ്ട്, ഒഫൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു പോലീസ് കേസ് ഇല്ലാതെ FIR ഇല്ലാതെ നമുക്കിത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പലപ്പോഴും പറ്റില്ല. അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് നാളെ ഈ നമ്മളോട് പറഞ്ഞ ആൾ പരാതിപ്പെടുന്നില്ല അല്ലെങ്കിൽ അയാൾ പുറത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പിറകെ തൂങ്ങേണ്ടി വരും.
അപ്പോൾ അത്യാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള അറിവുള്ള ആളുകളൊന്നും അത്തരത്തിലുള്ള വലിയ പണികളിലേക്ക് പോകത്തില്ല. അപ്പോൾ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല. ഞാൻ ഗോസിപ്പുകൾ എന്ന് പറയുന്ന സമയത്ത് ഗോസിപ്പുകളെല്ലാം തെറ്റാണ്, ഗോസിപ്പുകളെല്ലാം തെറ്റായിട്ടുള്ള പരദൂഷണങ്ങളാണ് എന്ന് വിചാരിക്കരുത് കേട്ടോ. എല്ലാ ഗോസിപ്പിലും ചിലപ്പോൾ ചില ശരികളൊക്കെ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, എക്സാഗ്രേഷൻ കാര്യമായിട്ട് തന്നെ ഉണ്ടാവാം. ഗോസിപ്പുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് പറഞ്ഞു, എവിടെ നിന്ന് ഇൻഫോർമേഷൻ വന്നു, ആരാണ് ബാധിക്കപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്കത് ഒരാളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതേപോലെ നമ്മൾ ഈ ഒരു കാര്യം മറ്റൊരാളോട് പറഞ്ഞു, ഞാനൊരു വലിയ ഓഡിയൻസിലേക്ക് അത് ഷെയർ ചെയ്തു, അതിനുശേഷം നമ്മളോട് പറഞ്ഞ ആളോട് അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ പറയും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ആരോപണം ഉന്നയിച്ച ആൾ, അത് ഞാനായി മാറും. പിന്നീട് ആർക്കാണോ ബാധിക്കപ്പെട്ടത് അയാൾക്ക് എനിക്കെതിരായിരിക്കും കേസ് കൊടുക്കാനായിട്ടുള്ള വഴി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഗൂഢലക്ഷ്യങ്ങളില്ലാത്ത, പ്രൊഫഷൻ വെച്ചിട്ട് മറ്റൊരാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാം എന്നുള്ള പ്ലാനുകളില്ലാത്ത, വലിയ മണി മോട്ടീവ് ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരിൽ ഭൂരിപക്ഷം ആളുകളും 99.9% ആളുകളും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അവരുടെ പക്ഷത്ത് നിന്ന് മറ്റൊരാളിലേക്ക് പങ്കുവയ്ക്കാറില്ല. ഇനിയിപ്പോൾ അടുത്ത ചില വീഡിയോസ്, ഒരു ഗോസിപ്പിന് പലപ്പോഴും മറി ഗോസിപ്പുകൾ ഉണ്ടായിരിക്കാം. ഈ ഒരു ഗോസിപ്പിങ്ങിൽ കൂടെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എൻ്റർടൈൻമെൻറ്റ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഞാനും ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി, ഇതിൽ ആരോപണം നേരിടുന്ന ആൾ, അല്ലെങ്കിൽ അവരുടെ ഒരു യൂണിവേഴ്സ്, അതിനോട് എനിക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്രയധികം ഫോളോ ചെയ്യാറില്ല. സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി അന്വേഷിച്ച് ഇഷ്ടംപോലെ ആൾക്കാർ, ഇഷ്ടംപോലെ ഒന്നുമില്ല, 1-2 പേര് എന്നെ പറ്റി അന്വേഷിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. ഞാനാണെങ്കിലും പൊളിറ്റീഷ്യൻസിനേക്കാളും കൂടുതൽ ഓപ്പൺ ലൈഫാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കണമെങ്കിൽ വേണമെങ്കിൽ നേരിട്ട് വിളിച്ച് ചോദിച്ചോട്ടാ, കുഴപ്പമൊന്നുമില്ല, ഒരു പ്രോബ്ലം ഇല്ല, എങ്ങനെ വേണമെങ്കിലും അന്വേഷിച്ചോ. പിന്നെ ഞാൻ നാളെ ഉച്ചയ്ക്ക് ഒരു ബോംബ് പൊട്ടിക്കുന്നുണ്ട്, കൂടെ ഒരു മിസൈലും ഇടുന്നുണ്ട്. തടുക്കാന്നുണ്ടെങ്കിൽ തടുത്തോ. സ്റ്റേ ട്യൂൺഡ് എന്നല്ലേ പറയണേ? എന്താണ് നിങ്ങൾ എല്ലാരും പറയണേ? സ്റ്റേ ട്യൂൺ ചെയ്തോ കേട്ടോ. നാളെ ഉച്ചയ്ക്ക് അതൊരു സംഭവമായിരിക്കും. ആദിയോസ് അമിഗോസ്. ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി സമൂഹത്തോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഇതിനവസാനം അദ്ദേഹം ഒരു ബോംബ്, മിസൈൽ പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ സമയത്ത്, പിന്നീട് അദ്ദേഹം അത് പൊട്ടിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഈ ആരോപണ വിധേയൻ അത്യാവശ്യം നിയമങ്ങളെയൊക്കെ വലിയ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ബോംബ് പൊട്ടിക്കും അല്ലെങ്കിൽ മിസൈൽ വിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വന്ന് നിൽക്കുമോ? അപ്പോൾ നിയമങ്ങളെ പുള്ളിക്കാരൻ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ ആരോപണം നടത്തുന്ന ആളുകളും അത്തരത്തിൽ നിയമങ്ങളെ കൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും. കുറേയധികം ആളുകൾ ഇയാളെ കളിയാക്കി, നിങ്ങൾ മിസൈൽ അല്ലെങ്കിൽ ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോലീസ് കേസുമായിട്ടാണോ വന്നത്, നോൺ ബെയിലബിൾ ഒഫൻസ് രജിസ്റ്റർ ചെയ്ത കാര്യവുമായിട്ടാണോ വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ശരിക്കും അത്തരത്തിൽ കമൻ്റ് ഇട്ടിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരാണ് അപകടകാരികൾ. അവരാണ് ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾക്ക് കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തത് ചർച്ച ചെയ്യുന്ന ആളുകൾ. അവർക്ക് നിയമത്തെ കാര്യമായിട്ടുള്ള ഒരു വിലയൊന്നുമില്ല. അയാളുടെ മിസൈലും ബോംബും ഒക്കെ അയാൾ ന്യായമെന്ന് അവകാശപ്പെടുന്ന കാര്യത്തിന് വേണ്ടി നിയമത്തെ സമീപിക്കുക എന്നുള്ളതാണെങ്കിൽ അയാൾ ശരിക്കും പറഞ്ഞാൽ ഈ കമന്റ് ടോമാരെക്കാട്ടിലും മികച്ച ഒരു പൗരനായിട്ട് കൺസിഡർ ചെയ്യപ്പെടും. ഇങ്ങനെ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ ആരെ കുറിച്ചും ഇങ്ങനെ ഇടാൻ പാടില്ല. അവർ ഫാമിലിയും ഞങ്ങളും അനുഭവിക്കുന്ന ട്രോമ പ്ലീസ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. എന്റെ പേര് കാരൽ. ഞാൻ ഒജിയുടെ കൂടെ കുറെ നാളായിട്ട് ഞാൻ വർക്ക് ചെയ്ത ഒരാളാണ്. ഞാൻ ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് ഇവിടെ വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള ഒരു കാരണം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ആള് എന്റെ കുറച്ച് ഫോട്ടോസ്, വീഡിയോസ്, AI ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഇമേജസ് ഇട്ടിട്ടു എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുമ്പോൾ ദാറ്റ് യു ക്യാൻ സേ എനിത്തിങ് അബൌട്ട് എ വുമൻ ആൻഡ് ആരും ഒരു റിയാക്ട് അത് ചെയ്യില്ല. ഞാനിത് ഇങ്ങനെ ഒത്തിരി ഗേൾസിന് വരുമ്പോൾ ഞാനിത് അനുഭവിച്ചതാണ് പേഴ്സണലി. അവരവരുടെ ഫാമിലിയുടെ ഇമോഷണൽ സ്ട്രെസ്, ആ പെയിൻ, അത് ഒരാൾക്കും അത് മനസ്സിലാകില്ല. അനുഭവിച്ച ആൾക്ക് മാത്രമേ അത് മനസ്സിലാകൂ. ഞാനത് അനുഭവിച്ച ഒരാളാണ്. ആ സ്ട്രെസ്, ആ ഇമോഷണൽ ട്രോമ ഇപ്പോഴും എന്നെ വിട്ടു പോയിട്ടുള്ളത് അതുപോലെ ഉണ്ട്. ആ വിഷ് ഇങ്ങനെ ഒരു മനുഷ്യനും അത് വരാൻ പാടില്ല. ഞാന് ഈ കാര്യം സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. ഫാമിലിയുടെ സ്ട്രോങ് സപ്പോർട്ട് കൂടെ തന്നെയാണ് ഞാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റത്തിനെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ദ പോലീസ്. അവർ എന്റെ കാര്യം 24 hours ഉള്ളിൽ തന്നെ അവരെന്റെ നോൺ പേയബിൾ FIR രജിസ്റ്റർ ആക്കിയിട്ട് അവർ കേസ് എടുത്തിട്ടുണ്ട്.
ഞാൻ വീണ്ടും പറയുകയാണ്, ഇങ്ങനെ എക്സ്പോസിങ് ഇന്നയാളുടെ മുഖംമൂടി ഞാൻ വലിച്ചു കയറും, നാളെ അയാളെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറയും എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ജേർണലിസ്റ്റിക് അപ്രോച്ച് ഒന്നുമല്ല. അത് ഗോസിപ്പിംഗ് ആണ്. ഗോസിപ്പിങ്ങിൽ ശരിയാണ്, ചില കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു വാർത്ത ഉണ്ടാവുന്നത്? ഇതിലെ ക്രിയേറ്റർ ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആൾ നേരിട്ട് പോയി അന്വേഷിച്ചിട്ട് നിങ്ങളോട് പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അയാൾക്ക് ആരോ അയച്ചു കൊടുത്ത എന്ന് പറഞ്ഞാൽ അയാളോട് ആരോ പറഞ്ഞ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അയാൾ കൊടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. നാളെ അയാൾ ഇത് പറഞ്ഞിട്ടില്ല എന്ന് കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞവൻ തൂങ്ങും. ശരിക്കും ഞാൻ ആദ്യം കാണിച്ച വീഡിയോയിൽ ഒരു ഓഡിയോ മെസ്സേജിൽ നിന്നിട്ടാണ് അയാൾ ഒരു കാര്യം വെളിവാക്കുന്നത്. ശരിക്കും അങ്ങനെ ഓഡിയോ മെസ്സേജിൽ നിന്നൊരു കാര്യം നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് വെളിവാക്കുന്നത്? ആ ഓഡിയോ മെസ്സേജ് അയച്ചിട്ടുള്ള ആൾക്ക് ഈ ആരോപണ വിധേയനോട് എന്തെങ്കിലും ശത്രുതയുണ്ടോ, അല്ലെങ്കിൽ അയാൾ വേറെ എന്തെങ്കിലുമൊക്കെ ആളുകളുടെ ഉപകരണമാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഞാൻ വീണ്ടും പറയുന്നു, പരദൂഷണം, ഗോസിപ്പ്, അതിനകത്തൊക്കെ ചില ശരികളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം ഇങ്ങനെ നാളെ തൊട്ട് ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ട് ആരെങ്കിലുമൊക്കെ നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാനായിട്ട് വരികയാണ്, അവർ ഇങ്ങനെ ആളുകളെ ടാർഗറ്റ് ചെയ്യുകയാണ്, ചില ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് സമൂഹത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ആദ്യം ഞാൻ കാണിച്ച വീഡിയോയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. സെക്സ് ട്രാഫിക്കിംഗ്, ഡ്രഗ് ഡീലിങ്, ഡ്രഗ് യൂസ്, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം ഒരു മർഡർ അക്യൂസേഷനൊക്കെ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ കൂടെ ഒരാൾക്കെതിരെ വിളിച്ച് പറയാനായിട്ടൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾ സത്യമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടെ നിയമപരമായിട്ടുള്ള ഇടപെടലില്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. പുറത്തേക്ക് വിടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ശരിയായിട്ടുള്ള കാര്യമല്ല. തുടക്കത്തിലുള്ള റീലുകൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ പഠനം നടത്തിയതിനു ശേഷമാണ് ഓരോ കേസുകളും ഇടുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇപ്പോൾ നടക്കുന്നത്, അദ്ദേഹം ഒരു കാര്യം കേൾക്കുന്നു അല്ലെങ്കിൽ മറ്റാരെങ്കിലും അയച്ചു കൊടുക്കുന്നു. ആ കാര്യത്തെ ഈ ന്യൂസ് അയച്ചു കൊടുത്തത് ആരാണോ അവരുടെ കാഴ്ചപ്പാടിൽ തന്നെ ആ ന്യൂസിനെ അവതരിപ്പിക്കുകയും അദ്ദേഹം തന്നെ ആ കേസിന് സ്വന്തമായ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കി ആ റീല് എൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ റീസെന്റ് ആയിട്ടുള്ള ഒരു റീലിന് ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയെ കുറിച്ച് പറയുകയുണ്ടായി. ആ റീൽ അദ്ദേഹം വിട്ടത് പെൺകുട്ടിയുടെ ആത്മഹത്യ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ്. ഇത്രയും പെട്ടെന്ന് അദ്ദേഹം ആ റീൽ ഇടുമ്പോൾ ആ റീല് പെൺകുട്ടിയുടെ കാമുകിനെയും കോളേജിനെയും ഒക്കെ പെൺകുട്ടിയുടെ ആത്മഹത്യയുടെ കാരണക്കാരാക്കി കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റീസെന്റ് ആയിട്ടുള്ള റീലുകളിലൊക്കെ അണ്ടറിൽ വരുന്ന ഒരു കമന്റാണ്, എന്തിനാണ് ബ്രോ ഞങ്ങളുടെ കമന്റ് ഡിലീറ്റ് ആക്കുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് എന്റെ കാസറ്റ് പേടിക്കുന്നത്? ആ കുട്ടി ലോകത്ത് ജീവനോടെ ഇല്ല. അതുകൂടാതെ വിക്ടിമായ ആളുമാണ്. ആ വിക്ടിമിന്റെ മുഖവും പേരും ഒക്കെ വെളിപ്പെടുത്തി അത്ര നല്ലതല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയാൻ എങ്ങനെയാണ് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ട വ്യക്തിക്ക് സാധിക്കുന്നത്? ഈ റീലിന്റെ അണ്ടറിൽ തന്നെ ഈ ഒരു കുട്ടിയെ കുറിച്ച് പേര് പറഞ്ഞ് വീഡിയോ ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഈ കുട്ടിയുടെ കുടുംബാംഗങ്ങളിൽ ഒരാൾ പറയുന്നുണ്ട്. ഇനിയും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ തന്നെ ആ കുട്ടിയുടെ മുഖം ബ്ലർ ചെയ്യാനുള്ള മര്യാദയെങ്കിലും എന്റെ കാസറ്റ് കാണിക്കണമായിരുന്നു. ഒരു സത്യമാണ് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് രണ്ട് സൈഡും കേൾക്കാൻ സന്നദ്ധതയുണ്ടാവണം. സെലിബ്രിറ്റികളുടെ ഈ പവർ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ പവറിന്റെ മിസ്യൂസ് ഒക്കെ സംസാരിച്ച അതേ ആൾ തന്നെ ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ കാര്യം വന്നപ്പോൾ നേരെ തിരിച്ചു നിൽക്കുന്നത് കണ്ടു. തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ തെറ്റും ശരിയും അറിയുന്നതിന് മുമ്പ് തന്നെ ഒരു ബയാസ്ഡായ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നിട്ട് അതിനെ ശരിയെന്ന് വിളിക്കുന്നത് തെറ്റായ കാര്യമാണ്. ഇവിടെ സിനിമാ താരം അജ്മലിന്റെ കേസിൽ തന്നെ അജ്മൽ ശരിയോ തെറ്റോ ആവട്ടെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടിയും ശരിയോ തെറ്റോ ആവട്ടെ, അജ്മലിന്റെ മെസ്സേജസും വീഡിയോ കോളും ഒക്കെ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്ത സമയത്ത് എന്തുകൊണ്ട് ഒരു എഡിറ്റഡ് വേർഷൻ ഇറക്കിയത്? ഒരു ചാറ്റ് വെളിപ്പെടുത്തുമ്പോൾ അതിനകത്ത് രണ്ട് സൈഡും വെളിപ്പെടുത്തേണ്ട അത്യാവശ്യതയുണ്ട്. പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ പല കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യപ്പെടുകയും എഡിറ്റ് ചെയ്യപ്പെടുകയും അജ്മൽ എന്ന സെലിബ്രിറ്റിയുടെ കാര്യം മാത്രം പുറത്തു കൊണ്ടുവരികയും ചെയ്തു. സത്യം പറയുകയാണെങ്കിൽ ആ ചാറ്റ് മുഴുവനായിട്ടല്ലേ വെളിപ്പെടുത്തേണ്ടിയിരുന്നത്? പൂർണ്ണമാകാത്ത തെളിവുകളുമായി എന്തിനാണ് ഒരാളെ കുറ്റപ്പെടുത്താൻ എന്റെ കാസറ്റ് ഇറങ്ങിയിരിക്കുന്നത്? കിട്ടുന്ന അറിവുകൾ എത്രയും പെട്ടെന്ന് റീച്ചിനോ വ്യൂവിനോ വേണ്ടി എടുത്ത് റീലാക്കുമ്പോൾ ഇതിന് സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോവുകയാണ്. ഇത് കാരണം ടോർച്ചർ ചെയ്യപ്പെടുന്ന പല കുടുംബങ്ങളും അത് അദ്ദേഹത്തിന്റെ കമന്റ് സെക്ഷനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം കാലം ജയിലിൽ കിടന്നിട്ട് പോലും നിരപരാധിയാണെന്ന് തെളിയിച്ച് ജയിലിൽ നിന്ന് പുറത്തു വന്നവരെ ഉള്ള ഒരു സമൂഹത്തിലാണ് ഇങ്ങനെ ഒരു ബയാസ്ഡ് കൺക്ലൂഷനുമായിട്ട് കേസ് നടന്നതിന്റെ ഡേ 2 തന്നെ ഇറങ്ങുന്നത്. അഭിപ്രായങ്ങളാകാം, വ്യക്തമായി പഠിക്കാതെ ഒരു കാര്യത്തിനെയും കൺക്ലൂഡ് ചെയ്യാതിരിക്കുക. അദ്ദേഹം പറയുന്നത് എന്തും വിശ്വസിക്കുമെന്നുള്ള ഒരു തോന്നലിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. തന്റെ നേരത്തെയുള്ള അടിപിടി കേസും സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചിട്ട് കത്തിമുറിയിൽ സെൽഫി എടുത്ത കേസും ഒക്കെ മറ്റുള്ളവർ പൊക്കിക്കൊണ്ടു വന്നപ്പോൾ അതിനെ മീഡിയ വളച്ചൊടിച്ചതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഒരു സ്റ്റോറി ഇട്ട് അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ന്യായീകരണം ഉള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്കും ന്യായീകരണം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ എന്റെ കാസറ്റിന്റെ പാസ്റ്റ് ഒരു വിഷയമല്ല. താൻ ചെയ്ത തെറ്റിന് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ പേരിൽ വീണ്ടും അദ്ദേഹത്തെ പീഡിപ്പിക്കേണ്ട കാര്യം നമുക്കില്ല. പക്ഷെ തനിക്ക് തോന്നുന്ന കാര്യങ്ങളെ സത്യം എന്നുള്ള പേരിൽ വിളിച്ചു പറയുന്നത് തെറ്റായ കാര്യമാണ്. പൊതുവേ നമ്മളടക്കമുള്ള മലയാളികൾക്ക് അഭിമാനത്തോടെ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു വിശകലന ബുദ്ധി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന പേജ് വഴി വന്ന പല വീഡിയോസും കണ്ട സമയത്ത് ആളുകൾ ഈ ഒരു രീതിയിലും ചിന്തിച്ചു. അപ്പോൾ ആ ഒരു രീതിയിലും വിശകലന ബുദ്ധിയോടെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നുള്ളത് പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ് ഉണ്ട് ഈ ഒരു ഇഷ്യൂവിൽ. അങ്ങനെ എല്ലാം പറയുന്നത് അടച്ച് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എങ്കിൽ കൂടെ ആളുകൾ ഇതിനെ വളരെ ക്രിട്ടിക്കലായിട്ട് നോക്കിക്കാണുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഉള്ള ആളുകൾ ഇവരുടെ ഒരു ട്രാക്ക്, ഇവരുടെ ഒരു പ്രൊഫൈല് അല്ലെങ്കിൽ ഇവരാരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ വരുന്ന ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഇവരുടെ ആ ഒരു ക്രെഡിബിലിറ്റിയെ സംശയിക്കേണ്ടി വരും.
അപ്പോൾ അബ്ദുൾ ഹക്കീമിനെതിരെയും കാര്യമായിട്ടുള്ള ആരോപണങ്ങൾ ഇതേപോലെ വന്നിട്ടുണ്ട്. അബ്ദുൾ ഹക്കീം മറ്റുള്ള ആളുകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു, അബ്ദുൾ ഹക്കീമിനെതിരെ വേറെ ആളുകൾ ആരോപണം ഉന്നയിക്കുന്നു. പക്ഷേ അബ്ദുൾ ഹക്കീമിനെ കുറിച്ചിട്ട് ആളുകൾ പറയുന്ന സമയത്ത് അതും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. എനിക്ക് കേട്ട സമയത്ത് അവരനുഭവിച്ച ഒരു ട്രോമ, ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഇയാളിനാൽ ഇരയാക്കപ്പെട്ട ആളുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു ട്രോമ പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നു. അതൊന്ന് പ്ലേ ചെയ്യണം, കാരണം അതും ഇതും എല്ലാം ഉള്ളതാണ്. ഹക്കീമും അൻസാറും സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരും MDMA, കഞ്ചാവ് പോലെയുള്ള മാരക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരായിരുന്നു. ബാംഗ്ലൂരിലും കൊച്ചിയിലും മെയിൻ പെറ്റ്ലേസിൽ ഒരാളായിരുന്നു ഈ എൻ്റെ യാസിഡ് ഹക്കീം. പോലെയുള്ള സ്ഥലങ്ങളിൽ സൈക്കഡലിക് പാർട്ടിക്ക് പോകാനുള്ള പൈസ ഉണ്ടാക്കിയിരുന്നത് ഹണി ട്രാപ്പ് വഴിയും ഇതുപോലെയുള്ള ഹെൽപ്പിംഗ് വഴിയുമായിരുന്നു. ഇതിനിടയിലാണ് ഇവൻ ഭർത്താവിന്റെ കൂടെ വന്ന ഭാര്യന്റെ കാര്യത്തിൽ കത്തി വെച്ചേരാൻ പെട്ടത്. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് സോറി ഗായ്സ്, നമ്മൾ വെറുതെ അവന്റെ പാസ്റ്റിലേക്ക് പോയി. ഇപ്പം പുള്ളി കോടതിയെല്ലാം തുടങ്ങിയിട്ടുണ്ടെന്നാ പറയുന്നത് കേട്ടെ. എന്റെ കാസറ്റ് ഇപ്പൊ ഒരു നിരപരാധിനെ പിടിച്ച് ഒരു സ്റ്റോറി ഇട്ടാലും അത് ഡിലീറ്റ് ആക്കണമെങ്കിൽ വരെ ഇവന്റെ കാല് പിടിച്ച് ഇവന് പൈസ കൊടുത്താൽ അത് അവൻ ഡിലീറ്റ് ആക്കുമായിരുന്നു. എന്ത് ചെയ്താൽ സാധാരണമായി അടുത്ത കണ്ടന്റിലേക്ക് പോകുന്നു, പൈസ വാങ്ങുന്നു, പിന്നെ ആ തെളിവുകളും ഇതും കൊടുത്ത ആൾക്കാർ ഇട്ട് കൊടുക്കുന്നു. സിമ്പിൾ. ഇവൻ കാരണം എത്ര നിരപരാധികൾ പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇതേപോലെ എന്റെ കാസറ്റ് നന്നായെന്നുള്ള കാര്യം സ്വന്തം കുടുംബക്കാർക്കും കൂട്ടുകാർക്കും ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല. ആദ്യം QR കോഡ് വെച്ചിട്ട് പറ്റിച്ചിട്ടുണ്ട്. കുറെ ഇൻഫ്ലുവൻസേഴ്സിനെ മറ്റേ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് പെമ്പിളറെ കൂടി മെസ്സേജ് ഇട്ട് പറ്റിച്ചിട്ടുണ്ട്. പൈസ കിട്ടിയിട്ട് കുറേ സംഭവങ്ങൾ. ഒന്ന് തെളിവുകൾ അങ്ങനെ തെളിവുകളൊക്കെ നശിപ്പിക്കും. മനസ്സിലായോ? കള്ളെന്ന് കാണല്ലോ, പഠിച്ച കള്ളനെ പഠിച്ചത് എൻ്റെ അവ എത്രയൊക്കെ മാറിയത് ഞാൻ പറയലോ, ഏറ്റവും വലിയ എൻ്റെ വേണം. കൊച്ചിയിലിരുന്നപ്പോൾ മണി ട്രാപ്പിംഗ് ബിസിനസ് ആയിരുന്നു. അങ്ങനെ ഡബ്സി എടുത്ത് പൈസ മേടിച്ച കാര്യം, വേറെ കുറച്ച് ബിസിനസ്മാൻ്റെ അടുത്ത് പൈസ മേടിച്ച കാര്യം. പിന്നെ അപ്പം കൂടുതലൊന്നും പറയാനില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാം. ബൈ. ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടില്ലേ, ഈ ഒരു വീഡിയോയിലും ആരോപണങ്ങളാണുള്ളത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാനിത് നിങ്ങളോട് പറയുന്നില്ല, ഇന്ന ആൾക്കെതിരെ ഇന്ന ആരോപണം ഉണ്ടെന്ന് പറയുന്നില്ല. ആ ഒരു വീഡിയോ എടുത്ത് കാണിക്കുകയാണ്, പറഞ്ഞ ആളെ നിങ്ങൾ കണ്ടു. അപ്പം നമ്മുടെ സൈഡ് പല രീതിയിൽ സേഫ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ, ഇപ്പോൾ കാണിച്ചൊരു വീഡിയോയിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇൻസിഡൻ്റ് എങ്കിലും കാണിക്കുന്നുണ്ട്. ഇതിൽ ആരോപണ വിധേയനായിട്ടുള്ള ആളുടെ അല്ലെങ്കിൽ അയാൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കേസിൻ്റെ ഡീറ്റെയിൽസ് ഒരു പത്രവാർത്തയായിട്ടെങ്കിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അബ്ദുൾ ഹക്കീമിനെതിരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ആരോപണങ്ങളെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങളുള്ളത്. കാരണം അയാൾ അത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നും അത് യൂസ് ചെയ്തതുകൊണ്ട് സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോസിപ്പിൽ ചിലപ്പോൾ ശരികളുണ്ടായിരിക്കാം, ഗോസിപ്പിൽ ചിലപ്പോൾ യാഥാർത്ഥ്യങ്ങളുണ്ടായിരിക്കാം, ഗോസിപ്പിൽ വലിയ സത്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഗോസിപ്പ് നമ്മൾ പങ്കുവെക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഗോസിപ്പ് അങ്ങനെയാണ്, യാതൊരു അക്കൗണ്ടബിലിറ്റിയും ആരും എടുക്കാത്ത തരത്തിലേക്കുള്ള ചില പരദൂഷണങ്ങൾ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യപ്പെടുന്ന ചില ആരോപണങ്ങൾ മാത്രമായിട്ട് തുടരും. അത് അവസാനം ആരുടെ കയ്യിൽ എത്തി നിൽക്കുന്നോ, ആരാണോ സമൂഹത്തിൽ വിസിബിളി അത് പറഞ്ഞത്, കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചത്, അയാൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള മാധ്യമ ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കരുത്. ഇത്തരത്തിലുള്ള മാധ്യമ ഇടപെടലുകൾ കൊണ്ട് നമ്മൾ ഒരാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഡിഫമേഷൻ കേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേസല്ല. ഇതുപോലെയൊക്കെ കണ്ടിട്ട് ഇതുപോലെ ഒരു ക്രിയേറ്ററായി മാറാം, ഇത്തരത്തിൽ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന ആരോപണങ്ങൾ എടുത്തിട്ട് വീഡിയോ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് പണിക്കിറങ്ങരുത്. പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഇപ്പോൾ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്ന ആൾ അത്യാവശ്യം റിച്ചായിട്ടുള്ള ഒരാളാണ്, ബിസിനസ്സുകാരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു വാല്യൂ അതിഭീകരമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കൊണ്ട് അയാളുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അയാളുടെ ഇൻകത്തിൽ എന്തെങ്കിലും ഒരു ഡിക്ലൈനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളുടെ സമൂഹത്തിലുള്ള ആ ഒരു അക്സെപ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ ആ ഒരു ഡാമേജിനെയൊക്കെ കണക്കാക്കിയിട്ട് ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നിങ്ങളുടെ കുടുംബം വിറ്റ് കഴിഞ്ഞാൽ കൊടുത്ത് തീരത്തില്ല. ശരിയാണ്, ചിലപ്പോൾ ഈ ഒരു കേസ് ഇങ്ങനെ കാലങ്ങളോളം പോകും. പിന്നെ ഡിഫമേഷൻ കേസിൻ്റെ ഒരു സാധ്യത, പണമുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ആരോപണം ഉൾപ്പെടുന്ന വീഡിയോ കണ്ട ആൾ ചിലപ്പോൾ ബാംഗ്ലൂരായിരിക്കാം, മൈസൂരായിരിക്കാം, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലായിരിക്കാം, മധ്യപ്രദേശിലായിരിക്കാം, രാജസ്ഥാനിലായിരിക്കാം. അപ്പോൾ കണ്ട ആളുകൾ എവിടെയുണ്ടോ, കണ്ട ആളുകൾ ഉള്ള ഇടത്തൊക്കെ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇന്ത്യ പര്യടനം തന്നെ നടത്തേണ്ടി വരും ഈ പണമുള്ള ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ. സോളിഡ് പ്രൂഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, പെട്ടെന്ന് പോയിട്ട് നിങ്ങളുടെ കാര്യം കഴിയും. പക്ഷെ എന്നാലും ഈ ഒരു കേസ് ഇത്തിരി വള്ളി പിടിച്ചിട്ടുള്ള ഒരു കേസാണ്. പിന്നെ നഷ്ടപരിഹാരമൊക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് അതിന് തത്തുല്യമായിട്ടുള്ളൊരു തുക കെട്ടിവയ്ക്കണമെന്നോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ്, അതിനെക്കുറിച്ചിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം എന്നൊക്കെയുള്ള റൂൾസൊക്കെ ഉണ്ട്.
അപ്പോൾ അതുകൊണ്ടൊക്കെ പല ആളുകളും അത്തരത്തിലുള്ള ഫയലിംഗ് ഒന്നും അവിടെ ഇവിടെ ഒന്നും ഒന്നിച്ച് കൊടുക്കാറില്ല. എന്താണെങ്കിലും ഇങ്ങനെയുള്ള തലവേദനകളിലേക്ക് പോവാതിരിക്കുക. കറക്റ്റായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മാധ്യമ ഇടപെടലുകളൊക്കെ നടത്താനായിട്ട് ആളുകൾ ശ്രമിക്കുക. അതുപോലുള്ള മാധ്യമ ഇടപെടലുകളെ പക്വതയോടെ നോക്കിക്കാണാനായിട്ട് സാധാരണക്കാരായിട്ടുള്ള ഇതിലൊന്നും ഇടപെടാത്ത ആളുകളും ശ്രമിക്കുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.